welcome back. Today we shall discuss one more type of charts called X chart and MR chart. And you can see in the caption that X chart instead of X bar chart and MR chart instead of R chart. Here we use individual measurement for many processes. There are many situations in which the sample size used for process monitoring is n equal to 1. That is, the subgroup size is 1 instead of 2, 3, 4 or 5 like that. That is, the sample consists of an individual unit only. That is why this control chart is also called individual measurement chart. And I have quoted some of the examples for the situation. Number one, the automated inspection and measurement technology is used, and every unit manufactured is inspected and analyzed. So there is no basis for rational subgrouping. നമുക്കറിയാം, റേഷണൽ സബ് ഗ്രൂപ്പിങ്ങിന് ഉള്ള രണ്ട് ബേസിസ് എന്ന് പറയുന്നത് ഒന്ന് സ്നാപ്ഷോട്ട് സാമ്പിൾ അല്ലെങ്കിൽ റാൻഡം സാമ്പിളാണ്. ഈ സ്നാപ്ഷോട്ട് സാമ്പിളും റാൻഡം സാമ്പിളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, സ്നാപ്ഷോട്ട് സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് എടുക്കുന്നു, അതിന് ചുറ്റുമുള്ള കുറേ യൂണിറ്റ് കൂടി എടുക്കുന്നു, അങ്ങനെ ഒരു സാമ്പിളാക്കുന്നു. ഓക്കെ. റേഷണൽ സബ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ളതല്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് യൂണിറ്റ്സ് ഒന്നിച്ച് സാമ്പിൾ ചെയ്യുന്നു. പക്ഷേ ചില ഓട്ടോമാറ്റഡ് പ്രോസസ്സ് നടക്കുമ്പോൾ ഇത്തരം സാമ്പിളിങ് സാധ്യമല്ല. നമുക്ക് ഒരു യൂണിറ്റ് എടുത്ത് മെഷർ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഒരു യൂണിറ്റ് എടുത്ത് മെഷർ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആവറേജിങ്ങിൻ്റെ പ്രശ്നം വരുന്നില്ല. ആ യൂണിറ്റിൻ്റെ മെഷർ തന്നെ എടുത്തിട്ടായിരിക്കും നമ്മൾ കൺട്രോൾ ചാർട്ട് ഉണ്ടാക്കുക. മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ദ ഡാറ്റ കംസ് അവൈലബിൾ റിലേറ്റീവ്ലി വെരി സ്ലോലി ആൻഡ് ഇറ്റ് ഈസ് ഇൻകൺവീനിയൻറ്റ് ടു അലോ സാമ്പിൾ സൈസ് n greater than 1 to accumulate before analysis. വളരെ സ്ലോ പ്രോസസ്സ്. അത് ചില പ്രോസസ്സിലൊക്കെ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഒരുപാട് സമയത്തിന് ശേഷമായിരിക്കും അടുത്ത യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം ആ റേഷണൽ സബ് ഗ്രൂപ്പിങ്ങിന് പ്രസക്തിയില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഒന്നിലധികം യൂണിറ്റിനെ അക്യുമുലേറ്റ് ചെയ്തിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. അത്തരം സമയങ്ങളിലും നമ്മൾ ആ സിംഗിൾ യൂണിറ്റ് എടുത്തിട്ട് മെഷർ ചെയ്യുകയാണ് ചെയ്യുന്നത്. Okay, and the long interval between observations will cause problems with rational subgrouping. മറ്റൊന്ന്, റിപ്പീറ്റഡ് മെഷർമെൻറ്റ്സ് ഡിഫർ വെരി ലിറ്റിൽ. അതായത് ഒന്നിലധികം മെഷർമെൻറ്റ് റിപ്പീറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. അതായത് രണ്ടും തമ്മിൽ ഒരു പ്രകടമായ ഒരു വ്യത്യാസവും ഇല്ല. അങ്ങനെ പ്രകടമായ വ്യത്യാസമല്ലേ പിന്നെ നമ്മൾ ഒന്നിലധികം എടുക്കേണ്ട കാര്യമല്ലല്ലോ. അപ്പോൾ ഒരു യൂണിറ്റിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന കൺട്രോൾ ചാർട്ടാണ് ഈ എക്സ് ചാർട്ട് എന്ന് പറയുന്നത്. ഇൻ സച്ച് സിറ്റുവേഷൻസ് ദ കൺട്രോൾ ചാർട്ട് ഫോർ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഈസ് യൂസ്ഫുൾ. In many applications of the individual control chart, we use moving average of two observations as the basis of estimating the process variability. നമുക്കറിയാം, ആവറേജ് ചാർട്ട് അഥവാ എക്സ് ബാർ ചാർട്ട് എടുക്കുമ്പോൾ അതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റേഞ്ച് മെത്തേഡാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ റേഞ്ചിനെ കൂടി നമ്മൾ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു യൂണിറ്റ് മാത്രം എടുത്ത് മെഷർ ചെയ്യുമ്പോൾ ഒരൊറ്റ ഒബ്സർവേഷൻ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ റേഞ്ച് എന്ന് പറയുന്നത് അപ്രസക്തമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കോൺസിക്യൂട്ടീവായിട്ടുള്ള യൂണിറ്റ്സിന്, അതായത് ആദ്യത്തെ യൂണിറ്റും രണ്ടാമത്തെ യൂണിറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം, ആ വ്യത്യാസം അതിനെ മൂവിങ് റേഞ്ച് എന്നാണ് പറയുന്നത്. ഓക്കെ. ഒരു സാമ്പിൾ ഒരു യൂണിറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ മൂവിങ് റേഞ്ചിനെ ഡിഫൈൻ ചെയ്യുന്നത് MRI ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് XI മൈനസ് XI മൈനസ് 1. അതായത് ith യൂണിറ്റിൻ്റെ വാല്യൂ ഫസ്റ്റ് യൂണിറ്റിൻ്റെ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ്. അതാണ് മൂവിങ് റേഞ്ച് ഓഫ് ദി ith യൂണിറ്റ് എന്ന് പറയുന്നത്. And it is possible to establish a moving range control chart as in the same way we used R chart.
ആർ ചാർട്ട് ഉപയോഗിച്ചതിന് പകരം നമുക്ക് മൂവിങ് റേഞ്ച് ചാർട്ട് ഉപയോഗിക്കാം. For the control chart for individual measurements, the parameters of X chart and moving range chart are given below. നേരത്തെ അതേ ടെർമിനോളജി തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇത് എക്സ് ബാർ ചാർട്ടും ആർ ചാർട്ടിനും ഉപയോഗിച്ച അതേ ടെർമിനോളജിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിലിപ്പോൾ എക്സ് ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എല്ലാ യൂണിറ്റ്സിനെയും ആഡ് ചെയ്യുന്നു, എല്ലാ യൂണിറ്റ്സിൻ്റെയും വാല്യൂ ആഡ് ചെയ്യുന്നു, അതിനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതാണ് എക്സ് ഡബിൾ ബാർ എന്ന് പറയുന്നത്. നേരത്തെ എക്സ് ഡബിൾ ബാർ എന്ന് പറയുന്നത് X1 ബാർ പ്ലസ് X2 ബാർ പ്ലസ് XM ബാർ ഡിവൈഡഡ് ബൈ എം ആയിരുന്നുവെങ്കിൽ ഇവിടെ എക്സ് ഡബിൾ ബാർ എന്ന് പറയുന്നത് X1 പ്ലസ് X2 പ്ലസ് എക്സെട്ര പ്ലസ് XM ഡിവൈഡഡ് ബൈ എം ആണ്. കാര്യം ഒരു സാമ്പിൾ ഒരു യൂണിറ്റേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഒരു യൂണിറ്റിൽ ഒരു സാമ്പിളിൽ ഒരു യൂണിറ്റ് മാത്രം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് ആ യൂണിറ്റിൻ്റെ വാല്യൂ തന്നെയാണല്ലോ. പിന്നെ റേഞ്ച് ചാർട്ടിന് പകരം നമ്മൾ MR മൂവിങ് റേഞ്ച് ആവറേജാണ് എടുക്കുന്നത്. ആർ ബാറിന് പകരം MR ബാർ എടുക്കുന്നു. എന്താണ് MR ബാർ എന്ന് പറയുന്നത്? MR ബാർ എന്ന് പറയുന്നത് ഒന്നാമത്തതിൻ്റെ മൂവിങ് റേഞ്ച്, രണ്ടാമത്തതിൻ്റെ മൂവിങ് റേഞ്ച്, മൂന്നാമത്തതിൻ്റെ മൂവിങ് റേഞ്ച്, അങ്ങനെ M-1ൻ്റെ മൂവിങ് റേഞ്ച്. കാര്യം മൂവിങ് റേഞ്ച് എന്ന് പറയുന്നത് ഇപ്പോൾ എം ഒബ്സർവേഷൻസ് ആണല്ലോ നമ്മൾ പ്രോസസ്സിലുള്ളത്. അപ്പോൾ അത് നമുക്ക് എം മൂവിങ് റേഞ്ചസ് കിട്ടില്ല. മൂവിങ് റേഞ്ചസിൻ്റെ എണ്ണം M-1 ആയിരിക്കും. അതുകൊണ്ട് ആ MR1 പ്ലസ് MR2 പ്ലസ് എക്സെട്ര M-1 ഡിവൈഡഡ് ബൈ M-1 അതാണ് മൂവിങ് റേഞ്ച് ആവറേജ് എന്ന് പറയുന്നത്. എന്നിട്ട് പഴയ അതേ സ്റ്റാറ്റിസ്റ്റിക്കൽ ബേസിസ് എടുക്കുന്നു. മൂവിങ് റേഞ്ചിൻ്റെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് MR ബാറാണ്, ആർ ബാറിന് പകരം MR ബാറാണ്. LCL എന്ന് പറയുന്നത് D3 ഇൻറ്റു ആർ ബാറിന് പകരം D3 ഇൻറ്റു MR ബാറാണ്. UCL എന്ന് പറയുന്നതിന് പകരം D4 ഇൻറ്റു ആർ ബാറിന് പകരം D4 ഇൻറ്റു MR ബാറാണ്. ഇവിടെ ഈ D2, D3, D4 ഒക്കെ നമുക്ക് നമ്മൾ മോൺഗോമറി ടേബിൾ ഉപയോഗിച്ചിട്ട് കണ്ടെത്താവുന്നതാണ്. ഫോർ n = 2. എന്തുകൊണ്ടാണ് n = 2 എടുക്കുന്നത്? മൂവിങ് റേഞ്ച് എടുക്കുമ്പോൾ നമ്മൾ ഒരു യൂണിറ്റിൻ്റെ വാല്യൂവും തൊട്ടടുത്ത യൂണിറ്റിൻ്റെ വാല്യൂ എടുക്കുന്നുണ്ട്. അപ്പോൾ മൂവിങ് റേഞ്ച് കമ്പ്യൂട്ട് ചെയ്യുന്നത് 2 യൂണിറ്റിൽ ബേസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് n = 2 എടുക്കുന്നു. ഇൻ്റർപ്രിട്ടേഷൻസൊക്കെ നേരത്തെ എക്സ് ബാർ ചാർട്ടിലും ആർ ചാർട്ടിലും ഒക്കെ ഉപയോഗിച്ച അതേപോലെ തന്നെയാണ്. ഇതിൽ ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഈ D2, D3, D4 എക്സെട്ര ഈ കോൺസ്റ്റൻസ് റീഡ് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? n = 2 ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ എക്സ് ബാർ ചാർട്ടിൽ നമുക്ക് ഈ എക്സ് ഡബിൾ ബാർ -3/D2 ഇൻറ്റു MR ബാർ, സെൻട്രൽ ലൈൻ എക്സ് ഡബിൾ ബാർ, UCL = X ഡബിൾ ബാർ പ്ലസ് 3 ഡിവൈഡഡ് ബൈ D2 ഇൻറ്റു MR ബാർ. ഓക്കെ, അപ്പോൾ ഇതേ പ്രോസസ്സ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു സ്പെസിമെൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ പ്രൊസീജിയറിൽ പിന്നെ നോക്കുക, ഈ എക്സ് ചാർട്ടിൽ ഉള്ള അത്ര പോയിൻ്റ് MR ചാർട്ടിൽ ഉണ്ടാവില്ല. കാര്യം ഒരു പോയിൻറ്റിൻ്റെ കുറവ് വരും. ഓക്കെ, ആദ്യത്തെ ഈ പാനലിലുള്ള മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇൻഡിവിജ്വൽ വാല്യൂവിനുള്ള കൺട്രോൾ ചാർട്ടാണ്. രണ്ടാമത്തത് കൊടുത്തിരിക്കുന്നത് മൂവിങ് റേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺട്രോൾ ചാർട്ടാണ്. ഇൻ്റർപ്രിട്ടേഷനൊക്കെ എക്സ് ബാർ ചാർട്ടിൻ്റെ ആർ ചാർട്ട് ഉപയോഗിച്ചതുപോലെ, അതായത് ഫേസ് 1 ആപ്ലിക്കേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്നിട്ട് അവസാനം ട്രയൽ കൺട്രോൾ ലിമിറ്റ് റിവൈസ് ചെയ്തിട്ട് ഫേസ് 2 കൺട്രോൾ ചാർട്ടിലേക്ക് പോകുന്നു, ഫേസ് 2 ആപ്ലിക്കേഷനിലേക്ക് പോകുന്നു. ഫേസ് 2 ആപ്ലിക്കേഷനിൽ ഫേസ് 1 ആപ്ലിക്കേഷൻ്റെ അവസാനം എസ്റ്റാബ്ലിഷ് ചെയ്ത ലിമിറ്റ് ഉപയോഗിച്ച് നമ്മൾ ഫ്യൂച്ചർ കൺട്രോൾ ഉപയോഗിക്കുന്നു. ഫ്യൂച്ചർ കൺട്രോളിൽ എപ്പോഴാണോ ഒരു ഔട്ട് ഓഫ് കൺട്രോൾ പോയിൻ്റ് വരുന്നത് അതിൻ്റെ റീസൺ കണ്ടെത്തി റെക്ടിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യുന്നു. ഇതിലെ ഇൻ്റർപ്രിട്ടേഷനും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ എക്സ് ബാർ ചാർട്ടും ആർ ചാർട്ടും ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇവിടെ ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കൽ കൂടി പറയാം, ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് സാമ്പിൾ സൈസ്. എക്സ് ബാർ ചാർട്ടിന് സാമ്പിൾ സൈസ് n = അറ്റ്ലീസ്റ്റ് 2 ആയിരിക്കും. n = 1 ആണെങ്കിൽ, അതായത് ഒരു സാമ്പിൾ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് മാത്രമാണെങ്കിലാണ് നമ്മൾ ഈ എക്സ് ചാർട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ എക്സ് ചാർട്ട് എന്നാണ് പറയുന്നത്, എക്സ് ബാർ ചാർട്ട് എന്നല്ല പറയുന്നത്. അതുപോലെ ആർ ചാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന കൗണ്ടർ പാർട്ട് MR ചാർട്ടാണ്. വേർ MR ഈസ് ദ മൂവിങ് റേഞ്ച് ഓഫ് എ സാമ്പിൾ വാല്യൂ ആൻഡ് ദി പ്രീവിയസ് സാമ്പിൾ വാല്യൂ.
എങ്ങനെയാണ് MRI കമ്പ്യൂട്ട് ചെയ്യുക എന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ചാർട്ടിൽ നമ്മൾ ഹൊറിസോണ്ടൽ ആക്സിസിൽ ഇൻഡിവിജ്വൽ വാല്യൂ, വെർട്ടിക്കൽ ആക്സിസിൽ ഇൻഡിവിജ്വൽ വാല്യൂ, ഹൊറിസോണ്ടൽ ആക്സിസിൽ സാമ്പിൾ പോയിൻറ്റ്സും വെച്ചിട്ടാണ് ആദ്യത്തെ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അവിടെ ചാർട്ടിംഗ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് X ആണ്. രണ്ടാമത്തത് ചാർട്ടിംഗ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് മൂവിങ് റേഞ്ചാണ്. അതുകൊണ്ടാണ് അതിനെ മൂവിങ് റേഞ്ച് ചാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.